ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് ഉള്ളി, പച്ചമുളക്, ടൊമാറ്റോ എടുക്കുക. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് അത് കുറച്ച് മിക്സിയിലിട്ട് കുറച്ച് കറക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഈ കറക്കിയെടുത്ത തക്കാളിയുടെ പേസ്റ്റ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഓണിയൻ, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം സോട്ട് ചെയ്യാം. അത് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ടൊമാറ്റോയുടെ പ്യൂരി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി വഴണ്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വഴണ്ടി വന്നതിന് ശേഷം ഈ തക്കാളിയുടെ വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാ പൊടികളും ആഡ് ചെയ്യുക. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം സ്റ്റൗവിൽ അങ്ങനെ ഒന്ന് വയ്ക്കാം. അത് കുറുകി വരണം കുറച്ച്. അത് നന്നായി കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ബീഫോ മട്ടനോ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വിസിൽ വരുന്ന വഴി വയ്ക്കാം. അത് നല്ല സോഫ്റ്റ് മട്ടനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 വിസിലൊക്കെ വയ്ക്കാം. ഇല്ലെങ്കിൽ വേവ് അനുസരിച്ച് അങ്ങനെ വിസിൽ കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യാം. ബീഫാണെങ്കിലും അത് തന്നെ, കുറച്ച് നല്ല ബീഫാണെങ്കിൽ കുറച്ച് നേരം മതി. ഇല്ലാണ്ട് ആണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വയ്ക്കണം. നമുക്ക് ഇങ്ങനെ തന്നെ ഒരു കറിയായിട്ട് ഇതാക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഇടാം. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇത് വറ്റ് വരുന്നവർക്ക് അങ്ങനെ ഇതാക്കാം. കറി ചോറിനൊക്കെ ആണെങ്കിൽ കറിയായിട്ട് വേണമെങ്കിൽ അതങ്ങനെ തന്നെ വെക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.